ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനു. എല്ലാവർക്കും ആരൂസ് മാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയ പെൺമക്കളുള്ള അമ്മമാർക്കുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രോക്ക് അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ബീഡ് വർക്കോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ഡിസൈനർ ഡ്രസ്സാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫ്രോക്കിലും അതുപോലെ തന്നെ ടോപ്പിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ് വർക്കാണ്. ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പിലുള്ള ബീഡ്സ് വേണം. അതുപോലെ തന്നെ കുറച്ച് സ്വീക്വൻസും വലുപ്പമുള്ള ഒരു 6 മിററുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നെക്കൊക്കെ മാർക്ക് ചെയ്തെടുത്തു. ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ മിറർ വയ്ക്കുന്ന സ്ഥലവും മാർക്ക് ചെയ്തെടുത്തു. നമുക്ക് ആദ്യം തന്നെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഫ്രെയിമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബീഡ്സ് കോർക്കണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ ടൈപ്പിലുള്ള കുറച്ച് നീളമുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നീഡിലിൽ നൂല് കോർത്തതിന് ശേഷം നമ്മൾ നെക്ക് വരച്ചെടുത്തില്ല, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് താഴ്ഭാഗത്തുനിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കും. എന്നിട്ട് അതിൽ നമ്മുടെ ഈ ബീഡ്സ് ഒരു 3-4 എണ്ണം കോർത്തെടുക്കുക. അതിനുശേഷം അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ എൻഡിങ് പാർട്ടിൽ വെച്ചിട്ട് നമ്മൾ ആ നീഡിൽ താഴോട്ട് കുത്തിയെടുക്കുക. കറക്റ്റ് വെച്ചിട്ട് വേണം അത് താഴോട്ട് കുത്തിയെടുക്കാൻ. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിലുള്ള ആ ബീഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുത്തി നമ്മുടെ സൂചി കുത്തി മുകളിലോട്ട് ഇടുക. എന്നിട്ട് ആ ബീഡിൻ്റെ ഉള്ളിൽ കൊണ്ട് നമ്മൾ ആ സൂചി കടത്തിയെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ പിന്നെ ബീഡ്സ് കോർത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊക്കെ പോകും. ഒരുപാടെണ്ണം കോർത്തിടരുത്, ഒരു 3-4 എണ്ണം മാത്രം ഇട്ടിട്ട് കോർത്തെടുക്കും. ഇതേപോലെ തന്നെ നെക്ക് കംപ്ലീറ്റ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതുപോലത്തെ സ്വീക്വൻസ് ഉപയോഗിച്ചിട്ട് നെക്ക് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഷുഗർ ബീഡ്സ് ഇല്ലേ, ആ ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട് നടുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ നീഡിലിൽ നൂലൊക്കെ കോർത്തതിന് ശേഷം താഴ്ഭാഗത്തുനിന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ഒരു സ്വീക്വൻസ് അതിൽ കോർത്തെടുക്കും. അതിനുശേഷം നമ്മുടെ ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ട് അതും കോർത്തെടുക്കുക. എന്നിട്ട് ആ സൂചി ആ സീക്വൻസിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ കുത്തി താഴോട്ടിറക്കുക. അപ്പോൾ ആ ബീഡ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ സീക്വൻസും ബീഡും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ 3 ഇഞ്ച് താഴത്തായിട്ട് ഞാൻ ഈ രീതിയിൽ മിറർ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് ബീഡ് വർക്ക് ചെയ്തിട്ട് അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിന് 10 രൂപ എന്നൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കൂടുതലും ഈ എംബ്രോയ്ഡറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിലായിരിക്കും കിട്ടുക. ഇങ്ങനത്തെ ബീഡ്സാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിററിന് ചുറ്റും ബീഡ്സ് കോർത്തെടുക്കണം. ഇത് കുറേ എണ്ണം കോർത്തിട്ട് നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക ആ മിററിന് ചുറ്റും. ആ മിററിന് ചുറ്റി വരുന്നതിനും വരെ ബീഡ്സ് നമ്മുടെ നൂലിൽ കോർത്തെടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വെച്ചിട്ട് നമ്മുടെ നീഡിൽ താഴോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഡ്സ് കംപ്ലീറ്റ് ഇത് ചുറ്റി നിൽക്കുന്ന പോലെ നിൽക്കണം. ഇതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കെട്ടിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കണം.
ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മിററിനും ചുറ്റും ബീഡ്സ് കോർത്തിട്ട് കെട്ടി സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഷുഗർ ബീഡ്സ് ഈ മിററിന് ചുറ്റും റാൻഡമായിട്ട് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം. ബീഡ്സ് നിങ്ങൾക്ക് ഇപ്പം സ്കേർട്ടും ടോപ്പും തയ്ക്കുവാണെങ്കിൽ സ്കേർട്ടിൻ്റെ കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. എല്ലാം ഗോൾഡൻ കളർ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഓരോ ഐഡിയാസിന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഈ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല വേറെ കുറേ ഐഡിയാസൊക്കെ വരില്ലേ, അങ്ങനെ ചെയ്ത് നോക്കുക. ഇങ്ങനെ ബീഡ്സ് എല്ലാ മിററിന് ചുറ്റും ചെയ്തെടുക്കുക. നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തെടുത്ത മെറ്റീരിയൽ ഇനി നമുക്കത് തയ്ച്ചെടുത്താൽ മതി. നന്നായിട്ട് തയ്ച്ച് അതിന് മാച്ചായിട്ടുള്ള സ്കേർട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമോ ഒരുപാട് ടൈമോ ഒന്നുമില്ലാണ്ട് നമുക്ക് വളരെ വേഗം തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടെ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.